ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോണത് ഒരു ബ്ലൂയിഷ് ആഷ് കളർ ഒരു ചെക്കോട്ടയാണ്. നമ്മൾ ചാരത്തിൻ്റെ കളറ് എന്ന് പ്യുവർ ചാരത്തിൻ്റെ കളറല്ല, ഒരു ബ്ലൂയിഷ് ഷെയ്ഡുള്ള ചാരത്തിൻ്റെ കളറ്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഈ ചെക്കോട്ടയുടെ. അപ്പോൾ അതൊരു നല്ലൊരു കളറാട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഇത് സാരിയുടെ റണ്ണിങ് പോർഷനിൽ വരുന്ന ഒരു ഡിസൈനാണ്. അത് ഫുള്ളായിട്ടുള്ള ഡിസൈൻ മുഴുവനായിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം കണ്ടിട്ട് മുന്താണിയിൽ വരുന്ന ഡിസൈൻ, വലിയ ഡിസൈൻ നമുക്ക് കാണാം. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടി വരുന്നത് 3 ത്രെഡ്സാണ്. 3 കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ആങ്കർ ത്രെഡ്സാണ്. ഒന്ന് ഒരു ക്രീം കളർ, യെല്ലോയിഷ് ക്രീം എന്ന് പറയുന്ന കളറാണ് 301 ആണ് ആങ്കർ കോഡ്. പിന്നെ വേറെ ഒരെണ്ണം 35 ആണ് അതിൻ്റെ ആങ്കർ കളർ കോഡ്. പിന്നെ മൂന്നാമത്തെ ലീവ്സ് തയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് 257, ഇതാണ് കളർ കോഡ്. ഈ 3 കളേഴ്സാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ തയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം ആങ്കറിൻ്റെയാണ്. ഫ്ലവർ തയ്ക്കാൻ നമ്മൾ 6 strands ആണ് എടുക്കുന്നത്. ലീവ്സും സ്റ്റെമ്മും തയ്ക്കാനായിട്ട് നമ്മൾ 3 strands ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീഫും അതുപോലെ തന്നെ സ്റ്റെംസും തയ്ച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലവർ തയ്ക്കാൻ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ലീവ്സ് നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ലീഫിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അടുപ്പിച്ച് നമുക്ക് തയ്ച്ചു പോകാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ പെറ്റൽ തയ്ച്ചു കഴിയുമ്പോൾ, ഈ ഒരു ലീഫ് തയ്ച്ചു കഴിയുമ്പോൾ നേരെ സ്റ്റെം തയ്ച്ചു പോകാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ കൂടെ വലിച്ചിട്ട് ഈ സ്റ്റെമ്മും കണ്ടിന്യൂസ് ആയിട്ട് തയ്ച്ചു പോകാവുന്നതാണ്. നമ്മൾ ഈ ഒരു ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തോട്ട് സ്റ്റെം തയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ കെട്ടിടേണ്ട ആവശ്യമില്ല, തൊട്ടടുത്തായതുകൊണ്ട് ഇങ്ങനെ തന്നെ എടുത്ത് പോകാം. ഈ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ അടുത്ത സ്റ്റെം തയ്ക്കാൻ പോകും. അതല്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ലീഫ് ഇങ്ങനെ എടുക്കാവുന്നതാണ്. തൊട്ടടുത്തായതുകൊണ്ടാണ് നമ്മൾ വലിച്ചെടുത്ത്, ഇല്ല എന്നുണ്ടെങ്കിൽ കെട്ടിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയത്തെ ലീവ്സും സ്റ്റെംസൊക്കെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് ഫ്ലവർ തയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ലീവ്സും അതുപോലെ തന്നെ സ്റ്റെമ്മും തയ്ച്ചു കഴിഞ്ഞ് ഇനി ഈ ഫ്ലവറാണ് തയ്ക്കുന്നത്. ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെൻറ്റർ പോയിൻറ്റ്, ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് വേണം ഫുൾ പെറ്റൽസ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഈ പോയിൻറ്റിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എടുക്കാം. ഇതിൽ നിന്ന് എടുത്തിട്ട് 6 strands ആണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. ലേസി ഡേസി ഇതുപോലെ എടുത്തിട്ട് ഇനി നമ്മൾ ബൂളിയൻ നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബൂളിയൻ നോട്ട് ചെയ്യണമെങ്കിൽ എന്തോരം ഡിസ്റ്റൻസ്, ഇപ്പോൾ ഈ ഫ്ലവർ പെറ്റലിൽ നിന്ന് എന്തോരം ഡിസ്റ്റൻസ് ബൂളിയൻ നോട്ട് വേണം എന്നുള്ളത്. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കുന്നുള്ളൂ ബൂളിയൻ നോട്ട്, ഒരു കുഞ്ഞു നോട്ട് മതി എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ സൂചി കയറ്റണം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൂചിന് എത്ര വട്ടമാണ്, ഈ ഒരു ഡിസ്റ്റൻസിന് എന്തോരം ചുറ്റണം എന്ന് നമ്മൾ നോക്കുക. ഞാനിവിടെ 4 വട്ടമാണ് ചുറ്റണത്. 4 വട്ടം ചുറ്റിയിട്ട് വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് തൊട്ടടുത്ത് കുത്തണമെങ്കിൽ കുത്താം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നീട്ടി വെച്ച് ഈ നോട്ടും കഴിഞ്ഞിട്ട് കുറച്ച് ത്രെഡ് ഇങ്ങനെ നീണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തയ്ക്കാം. 2 രീതിയിൽ തയ്ച്ചാലും നല്ലതാണ്. ഞാൻ ഒത്തിരി നീട്ടമില്ല, തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ താത്തുന്നത്. അപ്പോൾ 2 രീതിയിലും തയ്ക്കാം. 2 രീതിയിലും തയ്ച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയാണ്. 2 രീതിയിലും തയ്ച്ചിട്ടുണ്ടെങ്കിൽ 2 എഫക്റ്റാണുള്ളത്. ഫ്ലവർ കാണാനുള്ളൊരു കാഴ്ചയിലുള്ള ഭംഗി രണ്ടും 2ആണ്. വീണ്ടും അടുപ്പിച്ച് തന്നെ നമുക്ക് തയ്ക്കാം. തൊട്ടടുത്ത് തന്നെ വീണ്ടും എടുത്തു. ഈ പോയിൻ്റ് സെൻറ്ററിൽ സെയിം ഹോളിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. വീണ്ടും ലേസി ഡേസി തയ്ക്കുന്നു. ഇതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റോട് അടുപ്പിച്ചോ അകത്തിയോ അത് നമ്മുടെ പൂവിൻ്റെ ഡിസൈൻ പാറ്റേൺ അനുസരിച്ച് അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതൊന്ന് എൻ്റെ കൺവീനിയൻറ്റിൽ തിരിക്കുകയാണേ. നമുക്ക് ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിരിക്കും.
4 വട്ടം ചുറ്റി ഇതുവരെ എടുക്കുന്നു. തൊട്ടടുത്ത് തന്നെ താത്തുക. വീണ്ടും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്യുക. അടുപ്പിച്ചടുപ്പിച്ച് പെറ്റൽ വയ്ക്കുക. തിക്കായിട്ട് തന്നെ വെച്ച് പോവുക. നമ്മൾ ഈ ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ കെട്ടിടാം. ഇപ്പം നമ്മുടെ ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞിട്ട് ഇനി ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് എംപോസ് ചെയ്തൊരു കുറച്ചും കൂടി ഒരു 3D എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഒന്നുകൂടെ നമ്മൾ തയ്ക്കുകയാണ്. വേറെ കളർ ത്രെഡ് ഇട്ടിട്ട്, അതൊരു ക്രീം കളർ ത്രെഡാണ്. അതും 6 strands തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ അതെടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ കുത്തി എടുത്ത് സെൻറ്ററിലൊരു ഹോള് മാതിരിയായി. അപ്പോൾ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോട്ട് ഇട്ടേക്കുന്നത് അത് ഈ ഹോളിൽ കൂടെ പുറത്തോട്ട് വരും. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പെറ്റലിൻ്റെയാണ്. ഇത് ലേസി ഡേസിയുടെ പെറ്റൽ ഒത്തിരി വലിയ പെറ്റൽ, നീളത്തിലുള്ള പെറ്റലാണെങ്കിൽ മിഡ് വേന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ സ്റ്റിച്ചിങ്. രണ്ടാമത് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത് അതല്ല. ഇതിപ്പോൾ എൻ്റെ പെറ്റൽസ് എല്ലാം കുഞ്ഞിതാണ്, നീളം കുറവാണ്. അപ്പോൾ ഈ ബൂളിയൻ നോട്ട് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വിട്ട്, ഒരു പൊടി ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇങ്ങനെ കുത്തിയെടുത്ത് സെൻറ്ററിലോട്ട്, ഇതും അതെ, എല്ലാം സെൻറ്ററിലോട്ടാണ് താത്തുന്നത്. ഇതുപോലെ താത്ത്. ഇതിപ്പോൾ പല ലെങ്ത് ആയാലും കുഴപ്പമില്ല. പൂവിൻ്റെയൊക്കെ നടുക്കുള്ള ആ കളർ വേരിയേഷൻസ് നമ്മൾ കാണുന്നത് പല പല ലെങ്ത്തിലൊക്കെ ആയിരിക്കില്ല. സെയിം ലെങ്ത്ത് തന്നെ വേണമെന്നില്ല. സെയിം ലെങ്ത്ത് ആക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. അതല്ല ഇൻ കേസ് കയറി ഇറങ്ങിപ്പോയെന്ന് വെച്ചാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഈ പൂവിൻ്റെ ഒരു എഫക്റ്റ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. സെൻറ്ററിൽ ഇതുപോലെ ക്രീം കളറും ബാക്കി ചുറ്റും ഒരു ഡാർക്ക് പീച്ചിഷ് ഷെയ്ഡുമായിട്ട് വരുന്ന ഒരു ഫ്ലവറാണ്. ഇതൊരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ. റണ്ണിങ് പോർഷനിൽ ഒരു ഫ്ലവർ ഡിസൈനാണ് വന്നിരിക്കുന്നത്. റണ്ണിങ് പോർഷൻ പല്ലുവിൽ, ചെസ്റ്റ് പോർഷനിലൊക്കെ വലിയ ഡിസൈനാണ് വന്നത്. അത് ഏത് ഡിസൈൻ ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് പല്ലുവിൽ വരുന്ന ഡിസൈൻ. ഇതാണ് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡിസൈൻ. ഇതിൻ്റെ അകത്ത് കുറേ പൂക്കളുണ്ട്. ബഞ്ചായിട്ടുള്ളൊരു ഫ്ലവർ ബഞ്ച്, ഒരു പൂക്കൊല പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് പല്ലുവിൽ വരുന്ന ഡിസൈൻ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നത്. റണ്ണിങ് പോർഷനിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 2 കളർ ഷെയ്ഡ് ത്രെഡ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ത്രെഡ് വർക്ക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇനി ഒരു കുഞ്ഞു ബീഡും കൂടെ വേണമെങ്കിൽ വെക്കാം. അത് വെക്കണം എന്നില്ല, അല്ലാണ്ട് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ 2 കളേഴ്സ് വന്നതുകൊണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നത്. ഇനി ബീഡ്സൊക്കെ വെച്ച് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. തേക്കാൻ നേരത്ത് അത് പോകുമോ, അലക്കുമ്പോൾ പോകുമോ, അങ്ങനെയുള്ള
ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ത്രെഡ് വർക്കിൽ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിതാ, ഒരു ബീഡ്സും ഇല്ല, എന്നാൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട് എന്നുള്ള രീതിയിലുള്ള വർക്കാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു പാറ്റേൺ മാത്രം തയ്ക്കാനായിട്ട് ഞാൻ ഈ ഫ്ലവർ ആട്ടോ പറയുന്നത്, ഈ പെറ്റൽ തയ്ക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കഴി നൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം മുഴുവനും പ്ലസ് രണ്ടാമത്തേൻ്റെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. അത്രയും വേണം ഈ ഒരു ഡിസൈൻ തയ്ച്ചു തീർക്കാൻ. ഈ ഒരു ഡിസൈനിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഈ ഡിസൈനിൻ്റെ ബ്ലൂ പ്രിൻ്റ് വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.